നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടത്തിയ അന്താരാഷ്ട്ര യോഗാ ദിനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മാടക്കിത്തറ പഞ്ചായത്തിലെ കട്ടിളപ്പൂവം നിന്നുകുഴി ജനവാസ മേഖലയിൽ ആനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ജനങ്ങൾ ഭയപ്പാടി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSU ജില്ലാ കമ്മിറ്റി AG's ഓഫീസ് മാർച്ച് നടത്തി. തെക്കുംകര പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന മെൻസ്ട്രൽ കപ്പ് വിതരണം വൈസ് പ്രസിഡന്റ് E. ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ നെഹ്റു യുവകേന്ദ്രയുടെയും സെന്റ് തോമസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം NCC വിഭാഗങ്ങളുടെയും ആഭിമുഖ്യത്തിൽ പാലോക്കാരൻ സ്ക്വയറിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിനം ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. സെന്റ് തോമസ് കോളേജ് എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണങ്ങാടൻ അധ്യക്ഷനായി. പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ KM മാർട്ടിൻ മുഖ്യപ്രഭാഷണം നടത്തി. NSS ജില്ലാ കോർഡിനേറ്റർ രഞ്ജിത്ത് വർഗീസ്, അസോസിയേറ്റ് NCC ഓഫീസർ ഡോക്ടർ AS സാബു, നെഹ്റു യുവകേന്ദ്ര ജില്ലാ യൂത്ത് ഓഫീസർ C. ബിൻസി, O. നന്ദകുമാർ, NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ വിമല K. ജോൺ, ഡോക്ടർ PA ഡെയ്സൺ തുടങ്ങിയവർ സംസാരിച്ചു. യോഗ പരിശീലനത്തിൽ യോഗാചാര്യ ചന്ദ്രൻ PV നേതൃത്വം നൽകി. മാടക്കിത്തറ പഞ്ചായത്തിലെ കട്ടിളപ്പൂവം വാരിക്കുളം പ്രദേശത്തെ ജനവാസ മേഖലയിൽ നിത്യവും ആനകളിറങ്ങി കൃഷിനാശം വരുത്തുന്നു. 80 കൊല്ലത്തിലധികമായി ജനങ്ങൾ താമസിച്ച് കൃഷി ചെയ്യുന്ന പട്ടയ ഭൂമിയായിട്ടും സർക്കാരിൽ നിന്നോ വനപാലകരിൽ നിന്നോ യാതൊരു സംരക്ഷണവും കിട്ടുന്നില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഏകദേശം 1 കൊല്ലമായി ആനകളിറങ്ങി കൃഷിനാശം ഉണ്ടാകുന്നു. ഇപ്പോൾ പല വീടുകളുടെയും മുറ്റത്തുകൂടിയാണ് ആനകളിറങ്ങി വരുന്നത്. അധികാരികൾ ശ്രദ്ധിക്കണമെങ്കിൽ ആനകൾ ആളുകളെ കൊല്ലണമായിരിക്കും. അപ്പോഴാണ് വനം വകുപ്പും സർക്കാർ അധികാരികളും റീത്തുവെക്കുവാൻ വരിക. എന്നിട്ട് വൻതുക നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു പോകും. പിന്നെ പണവുമില്ല, പരിഹാരവുമില്ല. ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. ഇപ്പോൾ ജനങ്ങൾ ആനകളെ ഓടിക്കുന്നത് പടക്കം പൊട്ടിച്ചും കല്ലെറിഞ്ഞുമാണ്. ഭയം മൂലം കൃഷി ചെയ്യുവാൻ മാത്രമല്ല ജീവിക്കാൻ കൂടി നിർവാഹമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ 1 കൊല്ലമായി നിന്നുകുഴി മുതൽ വാഴാനി വരെ നിരവധി ജനവാസ മേഖലകളിൽ ആനകളിറങ്ങി കൃഷി നശിപ്പിക്കുന്നു. എന്നാൽ അധികൃതർ ആരും ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. ഇപ്പോൾ കൃഷിനാശമേ ആരംഭിച്ചിട്ടുള്ളൂ. ആൾനാശം ഉണ്ടാകുന്നതിന് മുൻപ് അധികൃതർ ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഒരു മിഡ് നൈറ്റിൽ ഇവിടെ ഇറങ്ങി ഒരു 100-400ഓളം വാഴ, അതായത് ഒരു വാഴയ്ക്ക് ഏകദേശം കണക്കനുസരിച്ച് നോക്കിയാൽ 300-350 രൂപ വെച്ച് ചിലവുണ്ട്. ആ വാഴ മുഴുവൻ ചവിട്ടി കൂട്ടി കളഞ്ഞു. ഒരു വീടിൻ്റെ, ആ മോളിൽ കാണുന്ന വീടിൻ്റെ മുറ്റത്തെ കൂടെയാണ് ആന ഇറങ്ങി പോയിട്ടുള്ളത്. ഇങ്ങനെ വളരെ ഒരു ഭയാനകമായൊരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ ഈ പ്രദേശവാസികൾ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത്. ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ പഞ്ചായത്ത് മെമ്പർ പോലും, ഞങ്ങളുടെ ഈ പഞ്ചായത്തിൻ്റെ മെമ്പർ പോലും ഇതുവരെയായിട്ട് ഇവിടെ വന്നിട്ടില്ല ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട്. എങ്ങനെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക? അതായത് ഒരു പ്രിവെൻറ്റീവ് മെഷർ, ഒരു വേലിയോ മറ്റു കാര്യങ്ങളോ ഇലക്ട്രിക്കൽ വേലി, ഇതൊന്നും ഇവിടെ ഇതുവരെയായിട്ടും ഗവൺമെൻറ് സർക്കാർ ലെവലിൽ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളോ എല്ലാവരും ഉണ്ട് ഇവിടെ. പാർട്ടിയുടെ രാഷ്ട്രീയത്തിൻ്റെ ഒന്നല്ല. ഇവിടെ സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ഫോറസ്റ്റ് സംവിധാനങ്ങളോ ഒന്നും ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു ആളുകൾ പടക്കം വെച്ചെറിയുക, ചിലപ്പോൾ കല്ല് വെച്ചെറിയുക. ഇതെന്താണ് ഇതിൻ്റെ കറക്റ്റ് പ്രിവെൻറ്റീവ് മെഷർ എന്താണെന്നുള്ളത് പോലും ജനങ്ങൾക്ക്, സാധാരണക്കാരായ ഞങ്ങൾക്കറിയില്ല എന്ത് ചെയ്യണം എന്നുള്ളത്. ഒരു ബോധവൽക്കരണമോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ ഇതുവരെയായിട്ട് ഇവിടെ നടന്നിട്ടില്ല. ഇങ്ങനത്തെ ഒരു, സത്യം പറഞ്ഞാൽ വളരെ പേടിച്ചാണ് ഇന്ന് ഇവിടെ ആൾക്കാർ. ഇപ്പം ഒരു വർഷമായിട്ട് ഈ ഒരു 10-15 കിലോമീറ്ററോളം നിന്നുകുഴി എന്ന് പറയുന്ന സ്ഥലം തൊട്ട് വാഴാണി വരെ ഉള്ള ഈ വനപ്രദേശത്ത് ജനങ്ങൾ ഇന്ന്
ജീവിക്കുന്നത്. എന്താ പറയുക, ജീവൻ കൈപ്പിടിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ, എണിച്ച് നോക്കുമ്പോൾ മുറ്റത്ത് ആന നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. ഇതിന് സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും വയനാട്ടിലൊക്കെ കാണുന്നവർ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരു റീത്തും വെച്ച് ഒരു 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് ചിലപ്പോൾ നാളെ ഞങ്ങളുടെ നാടെത്തുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇതിന് ദയവേത് അപേക്ഷിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ ഉന്നതങ്ങളിൽ ഇരിക്കുന്നത്. ഇത് തന്നെയല്ല, മന്ത്രി രാജൻ്റെ നിയമസഭാ മണ്ഡലം കൂടിയാണ്. അദ്ദേഹം അറിയില്ല അദ്ദേഹം എന്താണ് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്താണ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതുവരെയായിട്ട് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് സമയം ഇത്രയായി അങ്ങനെ ഇവിടെ അതായത് ഭരണവൃന്ദങ്ങൾ ഒരാൾ പോലും ഇതിന് കൃത്യമായിട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വേറൊരു കാര്യം. രണ്ടാനോളം ഇറങ്ങിയിട്ടുണ്ട് മൊത്തത്തില്. രണ്ടാന ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ഭാഗത്തേക്ക് ഇവിടെ പറമ്പിലേക്ക് രണ്ടാന ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ നിലയ്ക്ക് പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്കിപ്പോൾ നമ്മൾ ആണുങ്ങളാരും ഇവിടെ ഇല്ല, ഒക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ പെൺപിള്ളേരും മക്കളും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും എന്താ പറഞ്ഞതെന്നുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇവർ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മളിപ്പോൾ ഈ അയലക്കം നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാവരും ആണുങ്ങളൊക്കെ എല്ലാവരും പുറത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാവർക്കും. പക്ഷെ ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാണ്ട് നമുക്ക് പറ്റില്ല. ഞങ്ങൾ അങ്ങനെ ഇത് രാവിലെ സംസാരിക്കുകയും ചെയ്തു. ഓടാൻ തന്നെ ഞങ്ങൾക്ക് വഴിയില്ല. അതന്നെ സത്യം. 2 ചെറിയ കുട്ടികളോട് താമസിക്കണം ഞങ്ങൾ രാത്രി ഇന്നലെ 11:30 ആയപ്പോ വന്നു ഞങ്ങളുടെ അവിടെ ആന. ആ ഭാഗത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. മാടക്കത്ര പഞ്ചായത്തിലെ കട്ടിളപ്പൂവം നിന്നുകുഴി പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ച പ്രദേശം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനനും സഹപ്രവർത്തകരും സന്ദർശിച്ചു. ആനശല്യം തടയുവാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി ചെയ്യണമെന്ന് പ്രസിഡന്റ് വനം വകുപ്പ് അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. ജനവാസ മേഖലകളിൽ ആനകൾ ഇറങ്ങുന്നത് തടയാൻ ഇലക്ട്രിക് വേലി സ്ഥാപിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാവിത്രി രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗം ജെയ്മി അബി തുടങ്ങിയവരും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSU തൃശൂർ ജില്ലാ കമ്മിറ്റി AG ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് KSU തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ അക്കൗണ്ട് ജനറേറ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തൃശൂർ ജില്ലയുടെ സംഘടനാ ചുമതല വഹിക്കുന്ന KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി കണ്ണൻ നമ്പ്യാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പരീക്ഷാ ക്രമക്കേടിൽ സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്നും ക്രമക്കേട് നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കണ്ണൻ നമ്പ്യാർ ആവശ്യപ്പെട്ടു. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അധ്യക്ഷത വഹിച്ചു. KSU സംസ്ഥാന കമ്മിറ്റി അംഗം വിമൽ CV, NSUI കർണാടക സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫൽ ജമാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ചിറ്റട്ട, ആൽബിൻ കല്ലിങ്കൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അജിത് പെരുമ്പിലാവ്, സാരംഗ് തൃശൂർ, ഗോകുൽ വേദോടി, വൈഭവ് MB, ജോയൽ കൊണ്ടാഴി, ഷാജു ഷെന്നി തുടങ്ങിയവർ നേതൃത്വം നൽകി. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഷഹന പെരുവല്ലൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി സാരംഗ് തിരുവില്ലാമല തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. ഭാരതീയ ജനതാ പാർട്ടി മഹിളാ മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ യോഗാ ദിനാചരണം തൃശൂരിൽ സംഘടിപ്പിച്ചു. തൃശൂർ പഴയ നടക്കാവ് BJP ഓഫീസിൽ നടന്ന യോഗാ ദിനാചരണം മഹിളാ മോർച്ച സംസ്ഥാന ട്രഷറർ സത്യലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ജാൻസി അധ്യക്ഷത വഹിച്ചു. യോഗാചാര്യ R. രേഖ മേനോൻ യോഗ പഠന ക്ലാസുകൾ എടുത്തു. BJP പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, മണ്ഡലം പ്രസിഡന്റുമാരായ വിപിൻ ഐനിക്കുന്നത്ത്, രഘുനാഥ് C. മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന യോഗ പ്രദർശനത്തിൽ 60-ലധികം മഹിളകൾ പങ്കെടുത്തു. മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E. ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ PR രാധാകൃഷ്ണൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനിത, പഞ്ചായത്ത് മെമ്പർമാരായ ലീന ജെറി, ഷൈബി ജോൺസൺ, ഐശ്വര്യ ഉണ്ണി, കുടുംബശ്രീ ചെയർപേഴ്സൺ അജിത സുനിൽ, പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു, ഹെൽത്ത് ഇൻസ്പെക്ടർ PP രാജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. വിഷയത്തെ സംബന്ധിച്ച് ഡോക്ടർ അർച്ചന ക്ലാസുകൾ എടുത്തു. മെൻസ്ട്രൽ കപ്പ് വിതരണം നമ്മൾ ഏറ്റെടുത്തത്. അത് ഏറ്റെടുക്കുമ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു റവല്യൂഷണറി എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. എന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലങ്ങളായി മാറ്റം
കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് നമ്മുടേത് എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ ഒരു പരിധി വരെ ചെറുപ്പക്കാരിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെൻസ്ട്രൽ കപ്പ് നമ്മൾ പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ സ്ത്രീകൾ കുറേ കാലങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നത്തിനാണ് ഇങ്ങനെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് പരിഹാരമാകാൻ കഴിയുന്നത് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാസത്തിൽ കുറേ പൈസ നമ്മൾ നാപ്കിൻ വാങ്ങിക്കുന്നതിലൂടെ നമുക്ക് നഷ്ടം വരികയും ഇതിനേക്കാളേറെ നമ്മളിത് ഡിസ്പോസ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ പ്രശ്നത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. 10ാമത് അന്തർദേശീയ യോഗാ ദിനാചരണം തൃശൂരിൽ നടന്നു. VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന യോഗ ദിനാചരണത്തിൽ 500-ലധികം പേരാണ് പങ്കെടുത്തത്. യോഗ അസോസിയേഷൻ ഓഫ് തൃശൂരിന്റെയും തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ യോഗ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. യോഗ ശാരീരിക ഉണർവിനൊപ്പം ആത്മീയ ഉണർവും നൽകുന്നുവെന്ന് സുദർശൻ പറഞ്ഞു. യോഗ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MP പ്രശാന്ത് മാസ്റ്റർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സാംബശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന യോഗ പ്രദർശനത്തിൽ ജില്ലയിലെ 16 സ്കൂളുകളിൽ നിന്ന് മറ്റ് യോഗ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള 500-ലധികം പേർ പങ്കെടുത്തു. അവൻ സ്വായത്താക്കിയതാണ്. അത് ശരീരം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുവാൻ ആ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ മനസ്സ് വികസിപ്പിക്കുവാൻ, അവൻ്റെ ബുദ്ധിക്ക് വികാസം സംഭവിക്കുന്നതിന് വേണ്ടി നൂറ്റാണ്ടുകളോളം മനുഷ്യൻ്റെ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ ഒരു സർവതോന്മുഖമായിട്ടുള്ള ഒരു അവൻ്റെ പുരോഗതിക്ക് വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് യോഗ. അത് ശരീരത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല, മാനസികാരോഗ്യവും ആത്മീയവുമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ. ഇനിയൊരു ഇടവേള. സ്കൂൾ ആൻഡ് ഫാൻസി ഐറ്റംസിന്റെ വലിയ ലോകം SR കളക്ഷൻസ് പുത്തൂർ. ബാഗുകൾ, നോട്ട് ബുക്കുകൾ തുടങ്ങി എല്ലാ സ്കൂൾ ഐറ്റംസിനുമൊപ്പം ഫാൻസി ആഭരണങ്ങൾ, ഇമിറ്റേഷൻ ആഭരണങ്ങൾ, ലേഡീസ് ബാഗുകൾ, ഗിഫ്റ്റ് ആൻഡ് സ്പോർട്സ് ഐറ്റംസ്, ജെന്റ്സ് ആൻഡ് ലേഡീസ് ഫുഡ് വെയറുകൾ, ബർത്ത്ഡേ ഐറ്റംസ് തുടങ്ങിയവയുടെ വലിയ സെലക്ഷനുമായി SR കളക്ഷൻസ്, അംബിക ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹൈസ്കൂളിനു സമീപം, പുത്തൂർ. ന്യൂ ബോൺ ബേബി വെയേഴ്സ്, കുട്ടികൾക്കായുള്ള ടോയ്സ്, സൈക്കിളുകൾ തുടങ്ങിയവയ്ക്കൊപ്പം സ്റ്റീൽ ആൻഡ് പ്ലാസ്റ്റിക് പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ്, കസേരകൾ തുടങ്ങിയവയുമായി SR സൈക്കിൾസ് ആൻഡ് ടോയ്സ്, പുത്തൂർ. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു.
ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. അതെ, അവര് തിരിച്ചു മറിച്ചും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മളെ വിട്ട് ഒന്നും പറയാൻ പോരുത്. അല്ലച്ചാ, സ്വർണം വാങ്ങാൻ പോയതാന്ന് പറഞ്ഞ എന്താ കുഴപ്പം? മോളെ, അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്ന് ഹോൾസെയിൽ വിലയിൽ കിട്ടിയോണ്ടാണല്ലോ നമുക്ക് ഇത്രയും സ്വർണം വാങ്ങാൻ പറ്റിയത്. ഈ രഹസ്യം ഇപ്പൊ അങ്ങനെ ആരും അറിഞ്ഞു ചോദിക്കണ്ട. ആഹാ, ഒരു രഹസ്യം പറയാനുണ്ട്. കല്യാണത്തിനുള്ള ആഭരണങ്ങള് നല്ല ലാഭത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്, തൃശ്ശൂരിലെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അതെ അതെ. ആഭരണങ്ങൾ അഭിമാനത്തോടെ അന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തൻപള്ളിക്ക് പുറകുവശം, എരിഞ്ഞേരിയങ്ങാടി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. മണ്ണുത്തി ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ലോക സംഗീത ദിനവും അന്താരാഷ്ട്ര യോഗാ ദിനവും വീണ വിദ്വാൻ അനന്തപത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഫാദർ ബാബു മാനുശ്ശേരി അധ്യക്ഷത വഹിച്ചു. വീണയിൽ മാന്ത്രിക ജാലങ്ങൾ അവതരിപ്പിച്ച അദ്ദേഹം സംഗീതം സർവ്വരോഗ സംഹാരി കൂടിയാണെന്നും പറഞ്ഞു. മ്യൂസിക് അധ്യാപിക ശ്രുതി, അധ്യാപികയായ മഞ്ജുഷ, സ്കൂൾ കോർഡിനേറ്റർ OJ ലെറ്റിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളുടെ യോഗാഭ്യാസവും അരങ്ങേറി. ഹരിതസമേതം പരിപാടിയുടെ ഭാഗമായി ജില്ലയിലെ 1000-ലധികം വരുന്ന സ്കൂളുകളിലെയും അംഗൻവാടികളിലെയും കുട്ടികൾ വിത്തുബോളുകൾ എറിയും. ഓരോ സ്കൂളും ഏറ്റവും ചുരുങ്ങിയത് 100 വിത്തുബോളുകൾ നിർമ്മിക്കും. 1 ലക്ഷം വിത്തുബോളുകൾ നിർമ്മിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ജൂലൈ 4, 5 തീയതികളിൽ ഞാറ്റുവേല സമയത്ത് ഇവ വലിച്ചെറിയും. വിത്തുബോളുകളുടെ നിർമ്മാണ പരിശീലനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ TV മദനമോഹനൻ അധ്യക്ഷനായി. ക്യാമ്പയിന്റെ ഭാഗമായുള്ള പോസ്റ്റർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിത് കുമാരി നിർവഹിച്ചു. ശുചിത്വ മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ രജനീഷ് രാജൻ, സമേതം അസിസ്റ്റന്റ് കോർഡിനേറ്റർ V മനോജ്, സ്കൂൾ HM ബിന്ദു മേനോൻ, ദേശീയ ഹരിതസേന ജില്ലാ കോർഡിനേറ്റർ NJ ജെയിംസ്, TS സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഫോറസ്ട്രി കോളേജ് മുൻ ഡീൻ ഡോക്ടർ വിദ്യാസാഗർ, അധ്യാപകൻ ഡോക്ടർ AV സന്തോഷ് കുമാർ തുടങ്ങിയവർ ക്ലാസുകളെടുത്തു. തൃശൂർ പബ്ലിക് ലൈബ്രറി വായനാ വാര പരിപാടികൾ ഡോക്ടർ PV കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു. വായനയും ഞാനും എന്ന പരിപാടി ഹോളി ഫാമിലി ഗേൾസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. പ്രൊഫസർ ജോൺ സിറിയക് ഉദ്ഘാടനം ചെയ്തു.
MTI വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വായനയുടെ വഴിത്തിരിവുകൾ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV വനിത ഉദ്ഘാടനം ചെയ്തു. ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ 1 വർഷം ദൈർഘ്യമുള്ള ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ്, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം പൂത്തോളിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചേരണം. ഫോൺ 0487 2384 253 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. എരവിമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗ ട്രെയിനർ സൗമ്യ സതീശൻ കുട്ടികൾക്ക് യോഗ ക്ലാസ് എടുത്തു. സ്കൂൾ PTA പ്രസിഡന്റ് രമേശ് KR അധ്യക്ഷനായ ചടങ്ങിൽ ആധുനിക കാലത്തെ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സ്കൂൾ ഹെഡ്മിസ്ട്രസ് പ്രസന്നകുമാരി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും യോഗ ക്ലാസ്സിൽ പങ്കെടുത്തു. തിരുച്ചിത്താമരയുടെ വേളയ്ക്ക് ശേഷം പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ, ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ, വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. വീണ്ടും വാർത്തയിലേക്ക്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ST മോർച്ച പീച്ചി മണ്ഡലത്തിന്റെ അധ്യക്ഷതയിൽ മണിയൻകിണർ ആദിവാസി ഉന്നതിയിൽ യോഗാ ദിനം ആചരിച്ചു. ST മോർച്ച തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി MS സുരേഷ് അധ്യക്ഷത വഹിച്ചു. അനിൽ കതിരൻ സ്വാഗതം പറഞ്ഞു. കർഷക മോർച്ച തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് നടുവില വളപ്പിൽ യോഗ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ദൈനംദിന ജീവിതത്തിൽ യോഗയുടെ ആവശ്യകതയെക്കുറിച്ചും ലോകജനതയ്ക്ക് ഭാരതം നൽകിയ സംഭാവനയാണ് യോഗ എന്നും യോഗ മനുഷ്യന്റെ മനസ്സിനും ആരോഗ്യത്തിനുമുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ് എന്നും വരും തലമുറയിൽ യോഗയുടെ ആവശ്യകതയെക്കുറിച്ചും നാം ഓരോരുത്തരും ബോധവാന്മാരാകണമെന്നും സംസാരിച്ചു. മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളിൽ യോഗയിലൂടെ വളരെയധികം മാറ്റമുണ്ടാക്കാനാകുമെന്നും
അതുകൊണ്ട് യോഗ ഓരോ കുടുംബത്തിനും ദൈനംദിന ജീവിതത്തിലെ ഒഴിച്ചുകൂടുവാൻ പറ്റാത്ത ഒരു ദിനചര്യയായി മാറണമെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന വിഭാഗങ്ങളിലേക്കും യോഗയുടെ മൂല്യങ്ങൾ എത്തിക്കണമെന്നും സർവ്വചരാചരങ്ങളിലും എന്നെ കാണുക, സർവ്വചരാചരങ്ങളെയും എന്നിൽ കാണുക, ഈ പൂർണ്ണതയിലേക്ക് മനുഷ്യ മനസ്സിനെ വികസിപ്പിക്കാനാണ് യോഗ ചെയ്യുന്നത്. ജൂൺ 21 യോഗാ ദിനത്തിൽ യോഗാസനങ്ങളെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ വിതരണം ചെയ്ത് മേജർ PG സ്റ്റൈജു. തൃശൂർ 24 കേരള ബറ്റാലിയൻ NCC ഓഫീസർ മേജർ PG സ്റ്റൈജു ആണ് രാജ്യവ്യാപകമായി നടക്കുന്ന യോഗാദിന പരിശീലനത്തിലെ NCC കേഡറ്റുകൾക്ക് തുടർ ദിവസങ്ങളിലും യോഗാ പരിശീലനം ലഭിക്കുന്നതിന് വേണ്ടി വിവിധ യോഗാസന മുറകളെ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ വിതരണം ചെയ്ത് മാതൃകയായത്. 24 കേരള ബറ്റാലിയൻ മേജർ റാങ്കുള്ള ഓഫീസറാണ് PG സ്റ്റൈജു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ NCC കേഡറ്റുകൾക്ക് യോഗാസന പുസ്തകം വിതരണം ചെയ്താണ് പരിപാടി ആരംഭിച്ചത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ, VR അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ തൈക്കാട് എന്നിവിടങ്ങളിലെ NCC യൂണിറ്റുകളിലെ കേഡറ്റുകൾക്കാണ് യോഗാ ദിനമായ ജൂൺ 21 പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. ശ്രീകൃഷ്ണ കോളേജിൽ പ്രിൻസിപ്പാൾ വിജോയ് VS, ക്യാപ്റ്റൻ രാജേഷ് മാധവനും മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പാൾ സന്തോഷ് ഇമ്മട്ടി, യോഗ പരിശീലകൻ പ്രേംലാൽ, തൈക്കാട് അപ്പുമാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HM ഇൻചാർജ് ചിത്ര R നായർ, പരിശീലക പൂജാലക്ഷ്മി ആഷിഖ്, കണ്ടാണശ്ശേരി MSS UP സ്കൂളിൽ പ്രധാനാധ്യാപിക NN സിന്ധു, NR റീന തുടങ്ങിയവർ യോഗാദിനം ഉദ്ഘാടനം ചെയ്തു. 2023 കേരളത്തിലെ മികച്ച NCC ഓഫീസർക്കുള്ള ദേശീയ അവാർഡ് നേടിയ NCC ഓഫീസറാണ് മേജർ PG സ്റ്റൈജു. സംസ്ഥാനത്ത് മത്സ്യവില കുതിച്ചുയരുന്നു. സാധാരണക്കാരന്റെ മത്സ്യമെന്നറിയപ്പെടുന്ന മത്തിക്ക് പോലും മാർക്കറ്റിൽ തീവില. കിലോയ്ക്ക് 200 മുതൽ 240 വരെ രൂപയ്ക്ക് വിറ്റിരുന്ന മത്തിക്ക് നിലവിൽ 300-ന് മുകളിലാണ് ഇപ്പോഴത്തെ വില. ചെറിയ അയിലയ്ക്ക് 140 നിന്നും 280-ലെത്തി. കൊഴുവ 1 കിലോ 200 രൂപയും എത്തി. 1 കിലോ നാടൻ വാളയ്ക്ക് 400 രൂപയും. ചൂര 1 കിലോയുടെ വില 350-ന് മുകളിലുമാണ് വില. നല്ല ചെമ്മീൻ കഴിക്കണമെങ്കിൽ 500 രൂപയോളം ചിലവാക്കേണ്ടി വരും. ട്രോളിംഗ് നിരോധനത്തോടെയുണ്ടായ താൽക്കാലിക ക്ഷാമം കായൽ മത്സ്യത്തിന്റെ വില വർധനയ്ക്കും ഇടയാക്കിയിട്ടുണ്ട്. മത്സ്യലഭ്യതയിലെ കുറവും ട്രോളിംഗ് നിരോധനവുമാണ് മാർക്കറ്റിൽ മത്സ്യവില കയറ്റത്തിന് കാരണമായി പറയുന്നത്. ഊണിനൊപ്പം മീൻ വിഭവം ഉൾപ്പെടുത്തണമെങ്കിൽ പോക്കറ്റ് കാലിയാക്കേണ്ട അവസ്ഥയാണ് സാധാരണക്കാരനെ. ട്രോളിംഗ് നിരോധനം ജൂലൈ 31-നാണ് അവസാനിക്കുന്നത്. ട്രോളിംഗ് നിരോധന കാലയളവിൽ ഇളവ് വേണമെന്നാണ് മത്സ്യബന്ധന മേഖലയിലെ തൊഴിലാളികളുടെയും ആവശ്യം. 2 മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് അനുമതി. ഉല്ലൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിലേക്ക് താൽക്കാലികമായി കമ്മ്യൂണിറ്റി നഴ്സുമാരെ നിയമിക്കുന്നു. യോഗ്യത ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സ്, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സ്, BSc നഴ്സിംഗ്. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള സ്ഥാപനത്തിൽ നിന്ന് 3 മാസത്തെ BCC PAN കോഴ്സ് അല്ലെങ്കിൽ 3 മാസത്തെ CCC PAN കോഴ്സ് പൂർത്തിയാകണം. പ്രതിമാസ ഹോണറേറിയം 24,520 രൂപ. താൽപര്യമുള്ളവർ പ്രായം, വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ജൂലൈ 3 ഉച്ചയ്ക്ക് 2 ഒല്ലൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ഫോൺ 0487 23 56 052 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മണ്ണുത്തി VVS ഹൈസ്കൂളിന് സമീപം അലയൻസ് സ്ട്രീറ്റിൽ ഇട്ടിയടത്ത് രാജൻ മകൻ സോമനാഥൻ ഇന്ന് രാവിലെ 12:30 അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം നാളെ 10 മണിക്ക് വടൂക്കര SNDP ശ്മശാനത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടത്തിയ അന്താരാഷ്ട്ര യോഗാ ദിനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. മാടക്കിത്തറ പഞ്ചായത്തിലെ കട്ടിളപ്പൂവം നിന്നുകുഴി ജനവാസ മേഖലയിൽ ആനയിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ജനങ്ങൾ ഭയപ്പാടി. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSU ജില്ലാ കമ്മിറ്റി AG's ഓഫീസ് മാർച്ച് നടത്തി.
തെക്കുംകര പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന മെൻസ്ട്രൽ കപ്പ് വിതരണം വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.